ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഒരുങ്ങി റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഏത് അമ്പലം എന്നല്ലേ, ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് ഫേമസ് ആയൊരു അമ്പലമാണ്. ഞങ്ങളെ അടുത്തായിട്ട് പോലും ഞങ്ങൾ ഇതുവരെയായിട്ട് എടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് ദൂരമുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെയായിട്ട് അങ്ങോട്ട് പോയി കണ്ടിട്ടില്ല. പുറഭാഗത്തു നിന്ന് ഇങ്ങനെ കാണുകയെന്നല്ലാതെ ആ ഒരു ഭാഗം എങ്ങനെയെന്ന് എങ്ങനെയെന്നൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അമ്പലം കാണാൻ പോകുന്നത് കേട്ടോ. കാണാനല്ല, പ്രാർത്ഥിക്കാനും കൂടി. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഓരോ ഫീലല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു അമ്പലത്തിന് എങ്ങനെ നമുക്ക് എത്രത്തോളം ഫീലാണ് നമുക്ക് ഉള്ളിൽ തരിക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളിങ്ങനെ പോവുക കേട്ടോ. ഞങ്ങൾ വേറൊരു അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ആ അമ്പലത്തിലും സ്പെഷ്യൽ ഉണ്ട്, അത് ഞാനിനി പോകുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഫുള്ളും എന്താ പറയുക, ഒരു പാടം, ഡബർ തോട്ടം, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, പച്ചപ്പ്, അതിമനോഹരമായ ഗ്രാമത്തിൻ്റെ നടുവിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്കാണ്. പക്ഷെ പുറത്തുനിന്ന് അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണുമ്പോൾ തന്നെ അതൊരു ഫീലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്താനായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞങ്ങളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങളും ഇങ്ങനെ അന്വേഷിച്ചു, ഇതന്നെയല്ലേ എന്ന് അന്വേഷിച്ചാട്ടോ. വഴി ഇങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടാണ് പോരുന്നത് തന്നെ. അപ്പോൾ എത്തിക്കഴിഞ്ഞു മക്കളെ. അങ്ങനെ കൃതി ബേബിനെ അറക്കട്ടെ. അമ്മേ, കൃതി ബേബിനെ ഇറക്കിയതാ. മുന്നിൽ തന്നെ നല്ല ആൽമരമൊക്കെ. വൈപ്പല്ലേ, വൈകുന്നേരങ്ങളിലൊക്കെ ഈ ആൽമര ചോട്ടിലൊക്കെ വന്നിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം കേട്ടോ. ഫുള്ള് കാണിച്ചു തരാം. കാരണം വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലേന്നൊന്നും അറിയില്ലല്ലോ അമ്പലങ്ങളിലൊന്നും. അപ്പോൾ ആ അമ്പലം ഇൻസ്റ്റയിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കട്ടെ കാണുന്നുണ്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കേട്ടത് ഇങ്ങനെയാണ്. അതാണ് ആ പാലം കേട്ടോ, റോഡ് സൈഡാണ്. ആ റോഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ അമ്പലം കാണാം. ഞങ്ങൾ ഓരോന്നിങ്ങനെ പ്രാർത്ഥിക്കും. ഇത് പുറത്തില്ല കേട്ടോ, പുറത്ത് ഇതേപോലെ ചെറിയ ഇതുണ്ട് ഇങ്ങനെ. ഇതൊക്കെ പുറഭാഗമാണ്, ഉള്ളിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല. ഇതൊക്കെ പുറഭാഗം കേട്ടോ അമ്പലത്തിൻ്റെ. അതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം. ഇത് ഓരോ പുറത്തുള്ള ഓരോ പ്രതിഷ്ഠകളും കാര്യങ്ങളും അങ്ങനെ. ഇതിൻ്റെ അപ്പുറത്ത് പുഴ കേട്ടോ. ഞങ്ങളിങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഏത് ഭാഗത്തേക്കാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കേട്ടോ. ഒരു ഇല്ലം പോലെ മോഡലല്ലേ. അപ്പോൾ ഇതാണ് പുഴ ഭാഗം. ഞങ്ങളങ്ങോട്ട് കടക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അതിന് അപ്പുറത്തു കൂടെയാണ് പോവേണ്ടത്. വേറെ റൂട്ടുണ്ട്, അപ്പോൾ അതിൽ കൂടെ പോകണം. ഞങ്ങൾ ചന്ദനം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി കൃതി ബേബിക്ക് ചന്ദനം പറഞ്ഞ് എത്രങ്ങാനാണോ മുഖത്ത് വാരിയിടുന്നറിയോ. ഇതൊരു അമ്പലക്കുട്ടിയാണ്. ഞാൻ ഇട്ട് കൊടുത്തത് ഇങ്ങോട്ടും വേണം പറഞ്ഞാൽ പോവാണ്. ഈ ഏട്ടനോട്ടോ എനിക്ക് ചന്ദനിട്ടെന്ന് കോലം കണ്ടാൽ ഞാനത് മായിച്ച് വേറെ ഇട്ടാണ്. തലക്കുത്തനെയാണ് ചന്ദനൊക്കെ ഇട്ടത്. അപ്പോൾ ഞാൻ മായിച്ചിട്ട് സെറ്റാക്കി. അപ്പോൾ ആ അമ്പലം നല്ലൊരു ഭംഗിയുണ്ട്, ഉൾഭാഗം ഇതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ പോണത് പുഴ കാണാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഞങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എപ്പോഴും ഇവിടെ ഈ ഭാഗം ഇങ്ങനെ പാസ് ചെയ്ത് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നല്ലാതെ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഉള്ളിലെ ഏരിയയിലായിട്ടായിരിക്കും തോന്നുന്നത്, അങ്ങനെ കണ്ടിട്ടില്ലേനോ. അമ്മയും അച്ഛനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ അങ്ങോട്ട്.
ഇറങ്ങണ്ട കേട്ടോ നമ്മളെ ഇറക്കണ്ട. വെള്ളം ഉണ്ടല്ലേ അവിടെയൊക്കെ നല്ല വൈക്കുണ്ട് പാറ. അതിന് നനഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിടാൻ കഴിയില്ല. അപ്പോൾ ഈ പുഴ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ബാക്ക് വശമായിട്ടോ കാണാം. അതിന് പുഴയെ കൊണ്ടുപോയതിനല്ലോ എന്നാല് മീനുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മീൻ. തൊപ്പി മീൻ. മതി മതി മതി, പേടിയാണ്. പുഴയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ചെരുപ്പൊക്കെ ഒരു കൈ തന്നണം എനിക്ക്. നല്ല വെള്ളമുണ്ട് കേട്ടോ. മഴ ഒരു 5-6 മഴ ഞങ്ങൾക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ അത്യാവശ്യത്തിനൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഇതാ പുഴയ്ക്ക് പോണ റോഡും അതിൻ്റെ അപ്പുറം സൈഡിലോട്ട് ആ കാണാണ് അമ്പലം. ഞങ്ങൾ പുഴയൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ആ ഒരു അമ്പലം കാണാനും ഒരു പ്രത്യേക ഒരു ഫീൽ കേട്ടോ. അവിടെ പോയി വന്നപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ അമ്പലത്തിലൊക്കെ നമുക്ക് പോയി വരുമ്പോൾ പ്രത്യേക ഒരു എനർജി നമുക്ക് കിട്ടും, ഓരോ സ്ഥലത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ അതാ കുറേ കഴിഞ്ഞപ്പോൾ മുന്നിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ടുണ്ട്. ചന്ദനം കണ്ടിട്ട് റോഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. താങ്ക് യു.